എലിക്കൊക്കെ ഭയങ്കര പൈസ പാപ്പ. ഉണ്ട അങ്ങനെ ഇടാൻ പേര് അതിന്റെ. കുതിരപ്പുറത്തല്ലേ വീടുള്ളോ? പിന്നല്ല പിന്നെ ജോബുകളെല്ലാം വ്യത്യസ്തപരമായ ജോബുകളാണ്. പണി ചെയ്യുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതാരാ റേഡിയോ താരാ? ഹലോ ആശാണോ? എടാ ശബ്ദം കേട്ട മനസ്സിലായി. യൂസർ ഫോർമാറ്റ് റീനെയിം ചെയ്യടാ. റീനെയിം ചെയ്തിട്ട് പേരിട നിന്റെ. അണ്ണന്റെ കോലം കാണാൻ അണ്ണ എവിടെ ഉണ്ട്? അണ്ണന്റെ പ്രശ്നം അണ്ണന്റെ കോലം പോയി തന്നെയായിരുന്നു. അണ്ണൻ എന്നെ കണ്ടോ? ഇല്ല അണ്ണ ഇവനൊക്കെ വേറെ ഏതോ ലുക്കിൽ എടാ ഞങ്ങൾ എനിക്ക് മാപ്പ് ഇല്ലടാ. ഒരു മിനിറ്റ് നോക്കട്ടെ. ഇത് ഗാരേജ് സാൻഡി പലട്ട ഗരാജ് അവിടെ. അതെ വരുന്ന ഞാനും വാറിനൊക്കെ സീറ്റ് ബെൽറ്റ് തടിയനെ കണ്ട തടിയൻ അവിടെ പോയിട്ട് നിങ്ങക്ക് ആ ഒരു പെറ്റിനെ നോക്കി. എനിക്ക് വേണ്ട. നല്ല വില. വാസുമോനെ ഉറപ്പാണോ? എലിക്കൊക്കെ ഭയങ്കര പൈസ പാപ്പ. എന്താണ് പൈസ ഞാൻ മേടിച്ചോളാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പാരദീകോഷികം എന്ന് കരുതി. ഓക്കെ ഓക്കെ ഓക്കെ. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore. 10 കോടിയോ? 20 കോടി. അപ്പ 20 കോടിയുടെ കുതിരയോ? അത് മാറും. തരും? അതങ്ങനെയാണ്. അത് പൈസ കിട്ടിയായിരുന്നോ? രണ്ടു വട്ടം കിട്ടിയോ കാരണവര്? ഇവിടെ ഇൻവെർട്ടറൊക്കെ നോക്കാൻ പറ്റും കേട്ടോ. ഉണ്ട അങ്ങനെ ഇടാൻ പേര് അതിന്റെ. രണ്ടു കോടി ആയിട്ടിട്ടുള്ളൂ. രണ്ടല്ല അത് 20 കോടിയാണ്. ഇത് വേണം ക്യാഷ് ആയിട്ട്. ബാങ്കിൽ വേണം. ബാങ്കിൽ വേണം. ബാങ്കിൽ പോവാം. നടന്നു ബാങ്ക് നമുക്കൊരു എലിയെ മേടിക്കാം എന്നിട്ട് താറ്റിക്കൊണ്ട് നടക്കാം. ആ കുക്കുടനെ കൂടെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് ഒന്ന് ഷാജി കുതിര മതിയെന്നോ? കുതിര വേണ്ട എന്റെ അഭിപ്രായത്തില്. എടാ നമ്മുടെ എത്രയായിരുന്നു? 20 കോടിയായിരുന്നു? 2 കോടിയായിരുന്നോ? 20 കോടിയായിരുന്നു? 2 കോടിയായിരുന്നോ? കിട്ടോ പൈസയൊക്കെ എല്ലാരും? 10, 100, 10,000, lakh, 10 lakh, crore, 10 crore. പൈസ ഇടല്ലേ? പേഴ്സണൽ അല്ലുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞെക്കാതിരുന്നാ പോരാടാ. പി അടിച്ചോണ്ടിരിക്കുന്നു. വാറൊക്കെയാകുമ്പോ 15 പേര് ഞെക്കുന്ന ആലോചിച്ച് നോക്ക്. അയ്യോ സത്യം. നിർത്ത്. സെറ്റിംഗ്സിൽ നിനക്ക് അത് ഓഫ് ചെയ്യാൻ പറ്റുമോ? പലറ്റ ബാങ്ക് ആണോ? പലറ്റ ബാങ്ക് ഇല്ലേ? പലറ്റ ബാങ്ക് എത്രയും പെട്ടെന്ന് ഈ താടി ഒന്ന് മാറ്റണം. സെറ്റിങ്സ് ഇല്ല. ആ സൗണ്ട് ഓഫ് ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. ഇങ്ങനെ ചുമ്മാ കള്ളം പറയണതാ കള്ളൻ. ഓ ഓക്കെ സെറ്റ്. അപ്പൊ ഒരു 30 തരായിരുന്നു. ഞാൻ 2 മേടിച്ചേനെ. രണ്ടെണ്ണോ? ഒരു എലിയുണ്ട്. എലി
ആണോ എലി വേണോ? ഇപ്പൊ എലിയുടെ ബാങ്ക് സിൽക്ക് എന്ന പേരിടാൻ. സിൽക്ക് സിൽക്ക് വരെ വേരിയേഷൻ നോക്കാന്നോ? വേരിയേഷൻ ഇല്ലടാ, സീറോയാ. ബെസ്റ്റൊക്കെ കൊടുക്കണേ കറക്റ്റ് ആയിട്ട്. വേരിയേഷൻ ഇല്ല, സീറോയാ. കണ്ട ഇല്ല, വേരിയേഷൻസ് ഒന്നും ഇല്ല. കണ്ട സിൽക്ക് ഇത് RDR കളിച്ചിട്ടില്ലേ? RDR അപ്പൊ ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്നേ. मेरे कड़ने की राइड ഇത്ര പെട്ടെന്ന് വളച്ച കുതിരനെ വഴിയില്ലല്ലോ. റെഡി വരും അപ്പൊ ഈ 115. യു ഗോട്ട് കിക്ക്ഡ്. കേറങ്ങട് എനിക്ക് കേറാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് മെരുക്കിയെടുക്ക്, 2 തട കൊടുക്ക്. ഇതെന്താ ഇങ്ങനെ? അത് തട്ടിയിടുക. Because of അത് ഞാനും ഇത് എങ്ങനെ വളച്ച് അങ്ങനെ പാസ്വേഡ് ചോദിക്കുന്നത് ഞാന് ചിഞ്ചു പേരിട്ട് അപ്പൊ വളഞ്ഞു. അതാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. your pet is പേരിലാണ് കാര്യം. ചിഞ്ചു പേരിട്ട് വളഞ്ഞു. ഇതൊരു ഷോപ്പ് എവിടെയാണ് കൊച്ചു? ആരുടെ? ഇതിന്റെ കുതിരയുടെ സാധനം തീറ്റ കൊടുക്കുന്നത് അത് അവിടെ സാൻഡിയില. അല്ല, ഇവിടെ ബാക്ക് എവിടെ കാണിക്കുന്നത്? ഇല്ല അത് പഴച്ചാറാ. 20 കോടിക്ക് ഈ പന്നിക്കുതിരയെ കെട്ടിയത്. വാസുവിനെ അങ്ങോട്ട് വളക്കാ കുതിരേനെ. നാണക്കേടാ. റൈഡ് കൊടുക്കാൻ പറ്റില്ല. കൂട് കമാൻഡ് വേണം. ലീഷ് ഫീഡ് ഫെച്ച്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇതെന്താ? ഇപ്പൊ 20 കോടി വാങ്ങിച്ച് ഇനി ഇതിന് തീറ്റ, പേരിടല്, കൂട് വാങ്ങല്, ചികിത്സ, ഇത് എല്ലാത്തിനും കൂടി 100 കോടിയാവും. എടാ കൊച്ചു ചേട്ടാ, ഈ കുതിരയില് കേറാൻ പറ്റുന്നില്ലോ. കമാൻഡ് കാണിക്കുന്നത് എന്താ? കാണാറുണ്ടെന്നാ കമാൻഡ് കാണിക്കുന്നത്. ആ കമാൻഡ് എന്നല്ല, അത് റൈഡ് You got kicked off by horse because it's not obedience. അത് അതാണ് മെരുക്കണം. മെരിക്കാൻ എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല, ഇങ്ങനെ കേറിക്കൊണ്ടിരുന്നാ മതി. അപ്പൊ തടവി കൊടുത്തു. ആ ഗ്യാങ് ബാർ ഒക്കെ കുതിരപ്പുറത്തല്ലേ? വീടുള്ളോ? പിന്നല്ല ഇത് എന്തിനാണ് ഫ്യൂലൊക്കെ അടിക്കണേ? ഇത് ഇത്രയുള്ള ഇതിന്റെ സ്റ്റാമിന. സിൽക്കേ മോളെ. ഇതിന് പുറത്ത് ഒരാളെവിടെ കേട്ടായിരുന്നെങ്കിൽ പെമ്പിള്ളാരെയൊക്കെ വളയ്ക്കാൻ ഉപയോഗിക്കായിരുന്നു. അപ്പൊ ഈ കുതിരക്കകത്ത് ഒരാളെ കയറാൻ പറ്റുള്ളൂ. ശരിക്കും സത്യം പറ. കുതിരക്ക് പീലടിച്ചാണിത്. ഇതെന്താ ഇങ്ങനെ? ഇതെന്താ? അപ്പൊ കുതിരക്ക് ഇടക്കിടക്ക് പീലടിക്കുന്നുണ്ട് കേട്ടാ. കണ്ടാ ഇത് എനിക്ക് മാത്രം തോന്നണാണോ? അണ്ണാ എങ്ങനെയുണ്ട് അണ്ണാ? ഇഷ്ടപ്പെട്ട ഞങ്ങളെ അപ്പാ ഇതില് മറ്റൊരു ബിസിനസ് അല്ല മറ്റേ അപ്പൂട്ട നിന്നെ ഷൊട്ടപ്പട്ടി പോലെ പോട്ട് കേട്ടാ. എനിക്ക് വിഷമാവും. എടാ അതുകൊണ്ടല്ലേടാ നമ്മളൊക്കെ ഡിഫോൾട്ട് മുടിയിൽ കളിച്ചത്. ഇത് ഈ അണ്ണ ഈ കുതിര ഓടുക എനിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നിങ്ങള് മേടിച്ചാണ് ഒരു കാര്യം പറയട്ടെ. നമുക്ക് കാണുന്നില്ലല്ലോ. ആളെവിടെ? കാർലവനെ, നമ്മുടെ കുടുംബങ്ങളുടെ ഒത്തൊരുമയുടെ ഭാഗമായി നിങ്ങൾ രണ്ടുപേരും മനസ്സ് വിചാരിച്ചാൽ
ആ 2 കുതിരകൾ ഒത്തുചേർന്നാൽ ഒരു കുട്ടി കുതിര ഉണ്ടാവും. ടിവിക്കും അവകാശപ്പെട്ട ഒരു കുട്ടി കുതിര. അത് ഞാൻ വളർത്തിക്കോളാം. നല്ലൊരു ദിവസം ഒരു കുണ്ണത്തരം പറയല്ലേ അപ്പൊ ഇങ്ങനെ ഇരുന്ന്. അല്ല സത്യമായിട്ടും ഉണ്ടാവും, തമാശയല്ല. പറ്റൂ? ഓ ഇല്ല പാപ്പ, എനിക്ക് പറ്റില്ല, എനിക്കത് പറ്റില്ല. എന്റെ ചരിത്രം പോകുന്നതിന് മുമ്പ് എന്റെ കുതിരയുടെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്. അത് പറ്റൂല. അത് എന്റെ കല്യാണം കഴിയട്ടെ, അതാരും നോക്കാം. കുട്ടി പേരെന്തിനാ? പിന്നെ അതല്ലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്താൽ മതി ഈ കുതിര. മറ്റേ എലിനെ കൂടെ വായിച്ചോണ്ട് വാ. ഇതായത് ലിയോയാ? എലിയെ മേടിക്കാൻ ഇനി ബാങ്കിൽ പോണം വീണ്ടും. ഞാൻ പൈസ കിട്ടും. ബാങ്കിൽ പോണം. അതെ അതെ, എലിയുടെ പിന്നെ വാങ്ങാം. എലിയെ പിന്നെ മേടിക്കാം, എലിയെ പിന്നെ മേടിക്കാം. അത് ജോണിയുടെ തോളത്ത് കണ്ടത്, ജോണിയുടെ തോളത്തോട് നോക്കി. ഓ, അതാവുമ്പോ വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ഇരുന്നോളുമായിരുന്നില്ലേ? ഒരു കാര്യം, അപ്പൊ ഇന്നത്തെ അവസാനത്തെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ, പോവാം. വാ. വാ, വണ്ടി കയറി. കേറി, കേറി, കേറി. ഓ അപ്പം ബാക്കിയൊക്കെ പതുക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാ. അപ്പൊ ഈ ഉടുപ്പ് കണ്ട, ഈ ഉടുപ്പ് റിയൽ ലൈഫിൽ ഇട്ടാ പോരെ? നമ്മളെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്നുള്ള ഫൈൻ വരത്തില്ല. കണ്ടാ നോക്കിയേ, വെളിയിൽ നിന്ന് ക്യാമറൊക്കെ കാണുമ്പോ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടേക്കോന്നല്ല പറയുള്ളൂ. ഹൈലൈറ്റ് ഞാനാണ്. അപ്പം ഇനി പുതിയൊരു വലിയൊരു മേജർ അപ്ഡേറ്റും ഒരു സ്ഥലവും നടത്തില്ല. അതായത് ഇനി മുതൽ നമ്മുടെ സിറ്റിയില് വാറ് ഈ ഇടത്തെ സൈഡിലെ സ്ഥലം കണ്ട അവിടെ മാത്രമേ കളിക്കാൻ പറ്റൂ. അപ്പൊ മൾട്ടിപ്പിൾ പറയാലോ? മൾട്ടിപ്പിൾ വാറ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഇത് പുതിയ സ്ഥലം. മറ്റേ മാപ്പ് എടുത്ത് നോക്ക്. മാപ്പില് എന്റെ അമ്മ, ഇത് എന്തോ ഒരു സ്ഥലമുണ്ട്. ഇഷ്ടംപോലുണ്ട് സിറ്റിയിലെ. ഇതിന്റെ ഭാഗമായി സിറ്റി സൈഡിലെ വാറുകൾ പ്രൊമോട്ട് ചെയ്യുകയില്ല. വാറ് കളിക്കുന്നത് ഏരിയ ആക്കി പ്രഖ്യാപിക്കല്ലേ? യെസ്, അതായത് വാർ സിറ്റി ഇല്ലീഗൽ ആക്ടിവിറ്റി. ഇത് ഇനി മുതൽ പോലീസിന്റെ ജൂറിസ്ഡിക്ഷൻ തീരുമാനിച്ചില്ല. ടർഫ് മാപ്പ് വരാൻ ചാൻസ് ഉണ്ടോ ഈ സിറ്റിയില്? യെസ്, ചാൻസ് ഉണ്ട് വളരെയധികം. കാരണം ഈ മാപ്പ് എടുത്ത് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണ് ഇതെന്നുള്ളത്. അപ്പൊ ഇവിടെ 10 വാറ് വേണം നടത്താം. അപ്പൊ ഇനി എല്ലാത്തിന്റെ സാൻഡി കളിയും ഇതെല്ലാം പോയല്ലേ, കഴിഞ്ഞല്ലേ? എല്ലാം പോയി. ഇവിടാണ് നീ കളി. എന്റെ അമ്മോ, ഇത് ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് ഉണ്ടല്ലോ. എല്ലാ ഗാങ്സിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ റീസെറ്റ് ആവും. കാണണം കാര്യമൊക്കെ. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ, പുതിയൊരു ഇതായിട്ട് കളിക്കാൻ. ഇത്രയും നാൾ നമ്മൾ കണ്ടു വന്ന ആ ഒരു. അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അപ്പൊ ഇവിടെ പമ്പൊന്നും ഇല്ലേ? ഉണ്ട്, പമ്പെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ആകെ ഇല്ല, ഇതിനകത്ത് പമ്പില്ല. അകത്ത് പമ്പില്ല, കൈ പമ്പ് സാധനം കൊണ്ട് നടക്കണം. റിപ്പയർ കാണുമായിരിക്കും. റിപ്പയർ ആഡ് ചെയ്യും. നമ്മളത് ഇട്ടിട്ടില്ലല്ലോ ഇവിടെ. ഇത് കണ്ട, ഇത് വേറൊരു ഏരിയയിലോട്ട് നമ്മൾ വന്നു. പുറത്ത് വേറൊരു ഏരിയയിലോട്ട് ചെയ്തു. സോ ഇതേപോലെ ഇത്രയും വലിയ ടെറൈൻ ആയിരിക്കും ഇനി മുതല് വാറുകൾക്ക് വേണ്ടി. ഓരോ സ്ഥലത്തിനും ഓരോ പേര് കണ്ടുപിടിക്കണം അല്ലേ? പുതിയ പേരുകള്, പുതിയ സ്ഥലങ്ങള് എല്ലാം കണ്ടുപിടിക്കണം. ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നറിയോ വാസവനെ? ആർക്കും കാഴ്ചക്ക് പ്രശ്നം ഉണ്ടെന്നുള്ള കംപ്ലൈന്റ് ഇല്ല. ആർക്കും ഇതുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഞാൻ കോച്ചിനെ പറ്റി ആലോചിക്കായിരുന്നു. പുള്ളി ഇരുന്ന സ്ഥലത്തിന്റെ പേരൊക്കെ കഴിയുമ്പോ സെംപോസിഷൻ എഴുതി പഠിക്കണം. അയ്യോ, ആ മനുഷ്യനോട് ഞാൻ എന്ത് പറയാ പാപ്പ? പുതിയ സ്ഥലം, പുതിയ പേര്, പുതിയ ഇതെന്ന് പറഞ്ഞാൽ മതി. അവിടെ എന്തോ കൊളീഷൻ എന്തോണ്ട്. അപ്പൊ മീറ്റിംഗ് ഏരിയ ഒക്കെ എവിടെയാ? അതെല്ലാം പഴയ സ്ഥലം തന്നെ. തന്നെയല്ലേ? മീറ്റിംഗ് കഴിഞ്ഞ് വാറ് ക്ലിയർ ചെയ്യുമ്പോ
അപ്പൊ ഞാനൊരു കാര്യം പറയാം അപ്പൊ നമ്മുടെ പുതിയ വണ്ടി വരാതെ ഇനി ഹൈനയും കൊണ്ടൊരു കാര്യമില്ല, ഇവിടെ കളിക്കാൻ പറ്റൂല. കളിക്കാൻ പറ്റില്ല. ഇല്ല, ആ വണ്ടി കേറില്ല, ആ വണ്ടി ഈ റോഡിലൊന്നും ഓടൂല. അല്ല, റൂളിന് കുറച്ച് അപ്ഡേറ്റ് ഉണ്ട് വണ്ടികളില്. അതായത് മറ്റേ ലോഡ് കൊളീഷന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പം ആ ലിമിറ്റിൽ വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ്. അപ്പൊ നാളെ മുതൽ വാസ്മാൻ അത് ഫ്രീ ആയിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്താൽ മതി. കാർലമോനും മറ്റേ ഇത് റേസ് ട്രാക്ക് ആണ്. അതായത് ഇത് പ്യുവർ റേസ് ട്രാക്ക് ആണ്. ലിറ്ററലി ഇത് മറ്റേ F1 റേസിന്റെ ട്രാക്ക് ഇല്ലേ, അതാ ഇത് ഫുൾ. ഇത് ചുറ്റും പോവാം, അതുപോലെ കയറി ഇറങ്ങാൻ പറ്റില്ല. ആ സാധനം ഫുള്ള് റേസ് ട്രാക്ക് ആണ്. ഇവിടെ ഇനിയിപ്പോ അടിയൊക്കെ കാണാൻ രസമായിരിക്കും അപ്പൊ. അല്ല, ഞാനപ്പോ വേറെ വരാം. അപ്പൊ ഈ ഇനിഷ്യൽ സിറ്റുവേഷനും പ്രീ വാറും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും അല്ലെ? ഇനിഷ്യൽ സിറ്റുവേഷൻ ഇപ്പൊ സിറ്റി വെച്ച് നടന്ന അവിടെ ഇറങ്ങി വെടി വെക്കാനൊന്നും പറ്റില്ല. അത് പറ്റും, ഓക്കെയാണ്. പ്രീ വാറും മാറും ഈ ഏരിയയിലേ പറ്റത്തുള്ളൂ. പ്രീ വാറും മാറും അല്ലേ? അത്രയും ലോഡ് നമ്മള് അവിടെ സിറ്റിക്കകത്ത്. പക്ഷെ അപ്പൊ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ ഇൻക്ലൂഡ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പൊ നമ്മൾക്ക് നോക്കാം, നോക്കിയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഫ്യൂൽ സ്റ്റേഷൻ. എനിക്കൊന്ന് മറ്റേ നമ്മള് സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ ഫ്യൂല് മാത്രം ക്യാരി ചെയ്ത് കളിക്കണ ഒരു ഇതില്ല. കാരണം ഇപ്പൊ നമ്മൾ പല വാറുകളും കണ്ടിട്ടില്ലേ, ഈ ഫ്യൂൽ എടുക്കാനൊക്കെ പോകുന്ന സമയത്തായിരിക്കും സിറ്റുവേഷൻ അവിടെ അടി പൊട്ടണതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് ഇല്ലാതായി പോകും. നമ്മളെന്തായാലും ഇതില് പമ്പിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവും. കാരണം ഇത്രയും വലിയൊരു ഏരിയ, ഇത്രയും വലിയ റിപ്പയർ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ കാരണം ഇതുണ്ട്, ഇതിൽ കുറെ മല ഏരിയ ഉണ്ട്, കുറെ വണ്ടി നന്നായിട്ട് ഡാമേജ് ആവും. കാരണം നമുക്ക് വാറിനിടയിൽ ഇപ്പൊ ടയർ പൊട്ടിയാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റിപ്പയർ എന്തായാലും വരും. വീഡിയം അപ്ഡേറ്റ് എന്താ അപ്പൊ വന്നേക്കുന്നേ? വീഡിയം അപ്ഡേറ്റ് നമ്മള് പുഷ് ചെയ്തിട്ടില്ല, പുഷ് ചെയ്യണം. വീഡിയം അപ്ഡേറ്റ് എന്ന് വെച്ചാൽ മറ്റേ കൊളൂഷൻ അല്ലേ, അതായത് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പ്ലെയറിന് ഡാമേജ് ഇതാ പമ്പ് ഉണ്ട്. നമ്മളിത് ഇതിട്ടാ മതി. ഇവിടെ പമ്പ് ഉണ്ടല്ലേ? പമ്പുണ്ട്, നമ്മളത് മറ്റേ ഇത് ഇട്ട് കൊടുത്താൽ മതി, ലൊക്കേഷൻ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് എന്തായാലും ഇനിയിപ്പോ വാറിന്റെ ഉറപ്പായിട്ടും ഇതുവരെ കണ്ട ഇനി ഇല്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇതിലേക്ക് ഒറ്റ എൻട്രൻസ് വഴിയല്ലേ ഉള്ളൂ? അല്ല, അതാണ് നമ്മള് കേറിയത് ഇടത്തെ സൈഡിൽ എൻട്രൻസ് വഴി. അവിടെ 2 പാലമുണ്ട്. അവിടെ ഈ ലെഫ്റ്റ് സൈഡ് ഉണ്ടോ? ലെഫ്റ്റ് സൈഡ് നമ്മള് പോകുന്നിടത്ത് ഇതിപ്പോ 2 പാലമാണ് ഉള്ളത്. അപ്പൊ ഈ എൻട്രൻസ് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഇല്ലല്ലോ, അകത്തന്നെ അടിപൊട്ടിക്കാൻ പറ്റുള്ളൂ. അകത്ത് വരെ അടിപൊട്ടിയുണ്ട്. ഇതൊരു ബ്രിഡ്ജ്, ഇതിന്റെ ബ്രിഡ്ജ് അപ്പുറത്ത് 2 ബ്രിഡ്ജ് ഉണ്ട്. മൊത്തം 3 ബ്രിഡ്ജ് ഉണ്ട് ഇതിന്റെ അകത്ത്, 2 സൈഡാണ്. ഇത് കാണുമ്പോ മറ്റേ പബ്ജിത്തെ മിലിറ്ററിയിൽ പോണ 2 വഴിയല്ലേ അപ്പുറം മിലിറ്ററി. അപ്പം അതുവരെ ഇന്നത്തെ ഇത് ഇത്രേ ഉള്ളൂ. ബാക്കി ഞാൻ പറയത്തില്ല, നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്തായിരിക്കും നല്ലത്. ജോബുകള്, കാര്യങ്ങള്, പുതിയ പുതിയ അപ്ഡേറ്റുകള്. പോലീസിന്റെ കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങളിലുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്, പ്ലേയേഴ്സിന് മാക്സിമം ഇഷ്യൂസ് ഇല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇതാവുന്ന രീതിയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നോക്കാം എന്താണ് പാട്, എന്താ 2 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന നമ്മുടെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, പുതിയ ക്രൈറ്റീരിയ നമ്മളിപ്പോ പബ്ലിഷ് ചെയ്യും. എന്താണ് ഗ്യാങ് ഹൗസിന്റെ ക്രൈറ്റീരിയ, എന്താണ് ഗ്യാങ് വണ്ടിയുടെ ക്രൈറ്റീരിയ എന്നുള്ള അത് ഫിക്സ് ചെയ്ത് തന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മള് ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ എന്നെ ഇവിടെ വിട്ടേരെ. ഞാൻ കാർലോ പോയിട്ട് വരാം. ബൈ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഇവിടെ ഗ്യാങ് ഹൗസ് ബ്രീച്ചിങ് ഒന്നും ഇല്ലല്ലോ? അതിലൊന്നും ഇല്ല, അതിലൊന്നും ചേഞ്ച് ഒന്നുമില്ല. ബാക്കി എല്ലാം സെയിം. തുടങ്ങാൻ പറ്റുമോ? ഇപ്പം ഇത് കഴിഞ്ഞില്ലേ, ഇതിപ്പം നമ്മളിപ്പോ ഓപ്പൺ ആയി കൊടുക്കും, പബ്ലിക്കിന് ഇപ്പൊ ഓപ്പൺ ആയി കൊടുക്കും. ഓപ്പൺ ആക്കട്ടെ ബ്രോ? ഓപ്പൺ ആയിക്കോട്ടെ ബ്രോ. 1 മണിയായില്ലേ? നിങ്ങൾക്കും ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്, നിങ്ങളും കേറി എക്സ്പ്ലോർ ചെയ്യും. എടാ പറടാ.
എന്തെല്ലാം സുഖം നിങ്ങക്ക് ഓ ഇതാര് നാരദ ആട്ട ഒന്നും പറയണ്ട ആട്ട സുനാമി വന്നപ്പോ നത്തോരും ചുണ്ടിലേക്ക് ബായിക്ക് കൊത്തിയിട്ട് പോയി ഇത് എന്തൊരു കോല ഇത് ഇനിയിപ്പോ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ പോയാൻ എന്തല്ലോ കേറിയാട്ടാ ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് ഇനി വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ സെറ്റ് ആക്കണം അപ്പൊ ബോഡി മാത്രല്ല പലതും നമുക്ക് സെറ്റ് ആക്കാണ്ട് ഇങ്ങോട്ട് വന്നേ ശരി നാരദ, ഞാൻ പോയിട്ട് വരാം പോയിട്ട് വാട്ടാ പോയിട്ട് വാ അപ്പൊ കൂടെ പോയിട്ട് വരാം മനസ്സിലാവില്ലെങ്കിലും മനസ്സിലായി മനസ്സിലായി അപ്പൊ കൂട്ടാ നിന്നെ മനസ്സിലായി സോ ഗൈസ് ഇത്രേ ഉള്ളൂ അപ്പൊ എക്സലാൻഡിസിൽ വന്ന മാറ്റങ്ങളൊക്കെ എപ്പോഴും നമുക്ക് എപ്പോഴും എപ്പോ ഇതാക്കിയാലും അറിയാലോ പഴയതാണ് നല്ലതെന്ന് നമുക്ക് എപ്പോഴും തോന്നും പക്ഷെ കുറച്ചാൾ കളിക്കുമ്പോ ഇതൊക്കെ എന്താ സ്ക്രീൻഷോട്ടോ കുറച്ചാൾ കളിക്കുമ്പോ അതൊക്കെ സെറ്റ് ആവും നമ്മൾ കുറെ നാളായിട്ട് ഒരേ പാറ്റേൺ തന്നെ കണ്ടോണ്ടിരിക്കുകയല്ലേ ഗൈസ് കുറെ നാളായിട്ട് ഒരേ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ പലട്ടോലടി മുതുക്കിലടി അങ്ങനെ അപ്പൊ ഇനിഷ്യൽ സിറ്റുവേഷൻ ഇനി തൊട്ട് നമുക്ക് അങ്ങനെ കാണാം അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വേണ്ടേ അപ്പൊ ആ ചേഞ്ചസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഇനി പറയണത് പോലെ നമുക്ക് ഈ അവിടെ എവിടെയൊക്കെ പുതിയ ഈ ഐലൻഡിൽ ആർക്കും സ്ഥലങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല മനസ്സിലായോ അപ്പൊ എല്ലാവരും ആദ്യമേ എന്ത് കാണിക്കും ആദ്യം എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം വേറൊരു കാര്യമുണ്ട് ഇനി ഈ വെടിവൊക്കെ എടുത്തവന്മാരും ഇവന്മാരും എല്ലാം ഇരുന്ന് സ്ഥലങ്ങൾ പഠിക്കാനും ഇതൊക്കെ ഇരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും ഗ്രൈൻഡൊക്കെ ചെയ്യും മനസ്സിലായോ അതുകൊണ്ട് എന്തുകൊണ്ട് നല്ലതാണ് അപ്പം ഹോപ്പ് യു ഗൈസ് 1:10 സമയം ഞാൻ ഒന്നും കഴിച്ചതില്ല ഞാനപ്പോൾ ലൈവ് കൊണ്ട് നിർത്തുക നമ്മൾ ലൈവ്